ഈശോ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ജനിക്കുന്നതിന് മുന്നെയാണ്. എനിക്ക് സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. എൻ്റെ സ്പൈനൽ കോഡ് അത്രയും ഫുള്ളി ഡെവലപ്ഡ് അല്ല. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ആവശ്യവും നമ്മുടെ പ്രയോറിറ്റിയും മനസ്സിലാക്കിയപ്പം ഞങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. ഇപ്പം 365 ഡേയ്സ് നീ മരിക്കുന്നിടം വരെ നീ ഹോസ്പിറ്റലിൽ തന്നെ നിൻ്റെ പേരൻസിൻ്റെ കൂടെ ആയിരിക്കും. ന്യൂസ് ഒത്തിരി കാണുമായിരുന്നു. അപ്പം ജേർണലിസ്റ്റൊക്കെ ടി വിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻറ്റ് വരും എനിക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും നാൾ ജീവിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരാളുടെ സാലറിയിൽ നമുക്കിതെല്ലാം നോക്കി നടത്തണമെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നു. ചിലവർ ചോദിക്കും എങ്ങനെ ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സിനെ നേരിട്ട് കാണാനും തൊടാനും ഒക്കെ സംഭവിച്ചു. അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ, ഒരിക്കലും മറക്കൂല. ജെ വൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, സഹനങ്ങൾ, വേദനകളൊക്കെ വരുമ്പോൾ പരാതിയായി, പരിഭവങ്ങളായി, ഡിപ്രഷൻ വരെ ആകാറുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം തന്നെ ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആഘോഷിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ജെ വൈബ്സ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഈശോയുടെ കയ്യിലെ ഉപകരണമാണ് താൻ കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ബെനീറ്റയാണ് ഇന്ന് നമ്മളോട് ജെ വൈബ്സിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബെനീറ്റ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു സിസ്റ്റർ. ബെനീറ്റയെ കുറിച്ച്, ബെനീറ്റയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ബെനീറ്റ. ഞാൻ ഇപ്പോൾ രാജഗിരി കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പാലക്കാടാണ് വീട്. പാലക്കാട് അട്ടപ്പാടിയിലാണ്. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, ഒരു അനിയത്തി, ഒരു അനിയൻ. ഇവിടെ ബെനീറ്റ മുമ്പ് പഠിച്ചൊന്നും ഇവിടെയല്ലല്ലോ അല്ലേ? അല്ല. ബെനീറ്റ, നമ്മുടെ ക്രിസ്ത്യൻ യുവജന കൂട്ടായ്മ എവിടെ ഉണ്ടായാലും ബെനീറ്റയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതല്ല പ്രശ്നം. ഇവിടെ ഈ മധുരമുള്ള പലഹാരങ്ങളിൽ ഈച്ച കൂടിയിരിക്കൂലേ, അതുപോലെ ബെനീറ്റ എവിടെ ഉണ്ടോ ഒരുപാട് പേര് ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അതെങ്ങനെ സാധിക്കുന്നു ബെനീറ്റ? എങ്ങനെയാ എനിക്കറിയില്ല സിസ്റ്ററെ. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് ഉണ്ട്. പലരും പലതും ഷെയർ ചെയ്യാനായിട്ട് ബെനീറ്റയുടെ അടുത്ത് വരുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ബെനീറ്റ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നാലും ബെനീറ്റയ്ക്ക് ചുറ്റും ആൾക്കാരുണ്ട്. സാധാരണ വരുന്നത് പപ്പ അല്ലെങ്കിൽ അമ്മയാണ് കൊണ്ടുവരിക. പക്ഷെ ഇവിടെ ഒരു കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പപ്പയ്ക്ക് അമ്മയ്ക്കൊന്നും റോളില്ല. എല്ലാവരും കൂടെ ഓടിച്ച് ചില സമയത്ത് ഇതൊക്കെ പ്രോഗ്രാം കഴിയുമ്പോൾ ബെനീറ്റേനെ പൊക്കിക്കൊണ്ടാണ് പോകുന്നത്. ആ ഒരു അനുഭവം പലതവണ ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും സാക്ഷി വഹിച്ച് പറഞ്ഞിരുന്നിട്ടുണ്ട്. സത്യത്തില് ഈശോ ഇതുവരെ ബെനീറ്റനെ നടത്തിയ വഴികൾ ബെനീറ്റ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇല്ലേ? കുടുംബടക്കം തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ ഈശോ മറ്റുള്ളവരെ കൊണ്ട് ചുമന്ന് നടക്കാനാണ് പറയുന്നത് ബെനീറ്റയാണ് ഈശോയുടെ ഒരു സാക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും ഈശോനെ കൊടുക്കുകയാണ് ബെനീറ്റ അല്ലേ? അപ്പൊ ബെനീറ്റയുടെ ജീവിതത്തിൽ ഈശോ ടച്ച് ചെയ്ത മൊമെന്റ് എവിടെ നിന്ന് തുടങ്ങുന്നു? എവിടെ നിന്നാണ് ബെനീറ്റ ഒരു കുടുംബം ഈശോയുടെ പ്രത്യേകമായ ആ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയത്? ബെനീറ്റയുടെ ജീവിതത്തിൽ നിന്നാണ്. അതുവഴിയാണ് കുടുംബം തന്നെ ഈശോയുടെ അടുത്തത് അല്ലേ? ആ സ്റ്റാർട്ടിങ് കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഈശോ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ജനിക്കുന്നതിന് മുന്നെയാണ്. എൻ്റെ പേരൻസ് രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത് കുവൈറ്റിലാണ്. മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റ് എന്ന രാജ്യത്തിലാണ്. അവിടെ ഞാൻ എത്തിപ്പെട്ടത് തന്നെ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് വരും. ഞാൻ എൻ്റെ പേരൻസിൻ്റെ മൂത്ത കുട്ടിയാണ്. ഇവർക്ക് ഒരു പിടുത്തവും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇവർക്കും അറിയില്ലായിരുന്നു, ഡോക്ടേഴ്സിനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി വന്നത് ഞാൻ, പുറത്ത് വന്നത് ഞാൻ. എനിക്ക് സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. എൻ്റെ സ്പൈനൽ കോഡ് അത്രയും ഫുള്ളി ഡെവലപ്ഡ് അല്ല. അപ്പോൾ നന്നായിട്ട് സന്തോഷിച്ചിരുന്ന അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ നല്ല താഴേക്ക് പോയി. എന്നാലും പിന്നെ അവർ എൻ്റെ പേരൻസിൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞു ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും, ഇവിടെ അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞ്
കുറേ നിർബന്ധിച്ചു. അപ്പോൾ അവരിവിടെ വന്നു, വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ എന്നെ കുറേ ഹോസ്പിറ്റൽസ് കൊണ്ടുപോയി. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ അവിടെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ഇവിടെ ഈ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ അവിടെ എനിക്ക് പ്രോപ്പർ ഹൈ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ, കൊച്ചിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നേരം വരെ നിങ്ങൾ നന്നായി പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ജനിച്ച ഒരു 55 ഡേയ്സ് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഓപ്പറേഷനും അതൊക്കെ ആയിട്ട് എനിക്ക് 2 ഓപ്പറേഷൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ 55 ഡേയ്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്നിട്ടും ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് മിക്കവാറും എൻ്റെ പേരൻസിനോട് പറഞ്ഞത് മിക്കവാറും നിങ്ങൾ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും, മൊത്തം 365 ഡേയ്സ് നീ മരിക്കുന്നിടം വരെ നീ ഹോസ്പിറ്റലിൽ തന്നെ നിൻ്റെ പേരൻസിൻ്റെ കൂടെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ 55 ദിവസം കഴിഞ്ഞ് ഞാൻ ഇന്നേ വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. അഡ്മിറ്റ് ആയിട്ടില്ല. ഇടയ്ക്ക് അപ്പോയിൻമെൻറ്റിന് പോകുന്നു എന്നല്ലാതെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലേ പോകാറില്ല. പിന്നെ അതാണ് ഒരു ദൈവാനുഗ്രഹം. പിന്നെ കുവൈറ്റിൽ ഉണ്ടായത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒത്തിരി കൂട്ടുകാരുണ്ടായി, അവിടെ നിന്ന് നല്ല സ്കൂളിങ് കിട്ടി. ഞാൻ പഠിച്ചിരുന്നത് ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സുകളെല്ലാം മുകളിലായിരുന്നു. അപ്പോൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു ക്ലാസ് താഴെ കൊണ്ടുവരാൻ പറഞ്ഞപ്പം അവർ പറ്റൂല എന്ന് പറഞ്ഞു. അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്നെ ഒരു വലിയ അനുഗ്രഹമായി മാറി. ആ സ്കൂളാണ് ഞാനായിരിക്കുന്നത് ആക്കി മാറ്റിയത്, ഡൽഹി പബ്ലിക് സ്കൂളിൽ. അത് കഴിഞ്ഞ് 12th കഴിഞ്ഞ ശേഷമാണ് ഹയർ എഡ്യൂക്കേഷൻ അവിടെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയത്. ആദ്യത്തെ സ്കൂളിൽ നിന്ന് 2ാമത്തെ സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പം വിഷമായിരുന്നു, കയറാൻ പറ്റുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് കുറവ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവ് അത് വേറെ ഡബിൾ ആക്കി തരുന്നില്ലേ. ഇനി നാട്ടിലെത്തിയ വിശേഷങ്ങൾ എങ്ങനെയാണ്? നാട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഹയർ എഡ്യൂക്കേഷൻ പറ്റില്ല. അപ്പം യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ തന്നെ ഇങ്ങോട്ട് പോരും, എന്നിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കും. പക്ഷേ എനിക്കത് പറ്റാത്തതുകൊണ്ട് എൻ്റെ കുടുംബം മൊത്തം ഇങ്ങോട്ട് മാറേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല നാടെങ്ങനെയാണ്. ഞങ്ങൾ വെക്കേഷന് വരുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണ് ഒന്നും അറിയില്ല. ഞങ്ങളവിടെ കൂട്ടുകാരെ വിടണം, ഞങ്ങളുടെ ജീവിതം തന്നെ വിടണം. അപ്പോൾ ആകെ വിഷമമായിരുന്നു. പക്ഷേ എന്നാലും ദൈവത്തെ ആശ്രയിച്ച് അങ്ങനെ പോകുന്നതാണ്. എൻ്റെ പേരൻസും സാരില്ല, ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് പോകുന്നതാണ്. പിന്നെ എന്തെടുക്കും എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലിരുന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷിനോട് ഭയങ്കര താല്പര്യമാണ്, പണ്ടേ തുടങ്ങി ഇംഗ്ലീഷിനോട് താല്പര്യമാണ്. ന്യൂസ് ഒത്തിരി കാണുമായിരുന്നു. അപ്പം ജേർണലിസ്റ്റൊക്കെ ടി വിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻറ്റ് വരും എനിക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ജേർണലിസ്റ്റിന് തന്നെ ചേരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജേർണലിസ്റ്റിന് ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണല്ലോ. അപ്പോൾ അവിടെ പഠിക്കണമെന്നായിരുന്നു ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പാലക്കാടുകാരായതുകൊണ്ട് അത് പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതും വലിയൊരു ദൈവാനുഗ്രഹം. കാരണം പണ്ട് ഞങ്ങളിവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കാക്കനാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഓക്കെ എന്നാൽ ഇവിടെ വരാം, കാരണം പാലക്കാടൊന്നും പറ്റത്തില്ല, അപ്പോൾ ഇവിടെ വരാം, എൻ്റെ രാജഗിരി പോകാം എന്ന് മനസ്സിൽ കരുതി വെച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഈ രാജഗിരി സ്കൂളിലാണ് എൻ്റെ അനിയൻ പഠിക്കുന്നത്. അനിയന് നടന്നു പോകുന്ന ദൂരത്താണ് സ്കൂളിരിക്കുന്നത്. കോളേജും ഒരു 3 minutes ദൂരെയാണ്. ഇത്രയും ക്രമീകരിച്ച് ഈശോ എനിക്ക് കോളേജൊക്കെ തന്നു. പിന്നെ ഞാൻ 3 വർഷം അവിടെ പഠിച്ചു. ഇപ്പം പഠനം പൂർത്തിയാക്കി. ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. ഈ ജേർണലിസ്റ്റിനോടുള്ള താല്പര്യമായിരുന്നോ ഇപ്പം ജീസസ് യൂത്തിന്റെ മീഡിയ മിനിസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ച് അല്ലേ? അതെ ഡെഫിനറ്റ്ലി. കാരണം ഈ നാട്ടിൽ വന്ന പിന്നെ ഞാൻ അവിടെ ജീസസ് യൂത്തിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. നാട്ടിൽ വന്ന പിന്നെ ജീസസ് യൂത്ത് അധികം കിട്ടുന്നുണ്ടായില്ല, എവിടെയാ എന്താ അന്വേഷിക്കാനുള്ള പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ മീഡിയ മിനിസ്ട്രിയുടെ ഒരു ഓപ്പണിംഗ് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് ചാടിക്കയറിയതാണ്. ഇപ്പോൾ അത് കാരണം എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്, മീഡിയ മിനിസ്ട്രിയും ജീസസ് യൂത്തും കാരണം. ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? കാരണം ബെനീറ്റ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അപ്പമ്മയൊക്കെ സാധാരണ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പിന്നെ പുറം രാജ്യത്തായതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കൽ കുർബാനയ്ക്കൊക്കെ പോയി അങ്ങനെ സാധാരണ ജീവിതം നയിച്ചിരുന്നവരാണ്. ഇപ്പോൾ ബെനീറ്റിനേക്കാളും കൂടുതൽ ആക്റ്റീവായിട്ട് ജീസസ് യൂത്തിലുള്ളത് പേരൻസാണ് അല്ലേ? ഇപ്പോൾ ജാഗോയിൽ വെച്ചാണ് ബെനീറ്റിനെ സിസ്റ്ററിനെ കണ്ടുമുട്ടുന്നത്, പിന്നെ മീഡിയ മിനിസ്ട്രിയിൽ. അപ്പോൾ ജാഗോയ്ക്ക് തന്നെ ഇത്ര റിസ്ക് എടുത്ത് ബെനീറ്റിനെ അവിടെ കൊണ്ടുവരണമെങ്കിൽ
തീർച്ചയായും അവരുടെ ഉള്ളിൽ ജീസസ് യൂത്ത്, അവരും യൂത്തിൽ തന്നെ പെടുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഈ ജീസസ് യൂത്ത് കടന്നു വരുന്നത് ബെനീറ്റ വഴിയാണ് അല്ലേ, അതൊന്ന് പറയാമോ? ഞാൻ 2003 ജനിച്ചത്. 2005 ഫാദർ അബ്രഹാം പള്ളിവാതിക്കൽ, നമ്മുടെ ജീസസ് യൂത്തിൻ്റെ സ്ഥാപന അച്ഛൻ കുവൈറ്റിൽ വന്ന് എൻ്റെ പേരൻസ് കാണാൻ പോയി. അങ്ങനെയാണ് ഇവർ ജീസസ് യൂത്തിലൂടെ വന്നത്. കാരണം അവരെ ഓൾറെഡി ഞാൻ എൻ്റെ കാര്യം ഓർത്തിട്ട് ഇത്തിരി ഡൗൺ ആയിരുന്നു. അപ്പം അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്ത് അവർ ജീസസ് യൂത്തിലേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് ജീവിതം മൊത്തം ജയവയിലായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫ് മൊത്തം ജയവയാന്ന് വേണമെങ്കിൽ പറയാം. ജയവയാണ് പിന്നെ എന്നെ പഠിപ്പിച്ചത്. അതെ അതെ അതെ, ജീസസ് യൂത്ത് കാരണമാണ് ഒത്തിരി ഫ്രണ്ട്സ്, അതായത് ടീൻസ് മിനിസ്ട്രി, ഏഞ്ചൽസ് ആർമി, യൂത്ത് മിനിസ്ട്രി, അങ്ങനെ ഒത്തിരി വളർച്ചയ്ക്കനുസരിച്ച് ഓരോ മിനിസ്ട്രികളിലേക്ക് കയറി. അതെ അതെ. പിന്നെ എൻ്റെ പേരൻസും ജീസസ് യൂത്തിന് നല്ല ആക്റ്റീവായിരുന്നു കുവൈറ്റിൽ. ഇനി ഇവിടെ വന്നപ്പോഴും ആക്റ്റീവായി വരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല. സത്യത്തിൽ ജീസസ് യൂത്തിൽ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും ഏതൊരു കൂട്ടായ്മയിലായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബെനീറ്റയ്ക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. ബെനീറ്റ ഈശോയിൽ നിന്ന് കുറേ സ്വീകരിച്ചു പലതും അല്ലേ. പലതും എനിക്കത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ മേലെ കർത്താവ് വെച്ച് തരുവാണ് ആയിരുന്നു അല്ലേ. അപ്പോൾ ബെനീറ്റ എങ്ങനെയാണ് ഇന്ന് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? ചെറിയ ചെറിയ രീതിയിൽ, അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എങ്ങനെ ചിലവർ ചോദിക്കും എങ്ങനെ ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്നത്, അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ ഫാമിലിയും ഞാനും ഈശോയുടെ ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഞാൻ ഈശോയിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇത്ര ഹാപ്പി ആവുന്നത്. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾ ഭയങ്കര എപ്പോഴും വിഷമിച്ച് ഭയങ്കര ഡിപ്രഷൻ അടിച്ച് ഇരിക്കുക, അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ. എനിക്ക് ആൾക്കാർ എന്നെ കാണുമ്പോൾ സർപ്രൈസ് ആവാറുണ്ട്. സിസ്റ്റർ തന്നെ എന്നെ ആദ്യം കണ്ടപ്പം ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്ന് എനിക്ക് വേറെ ചോദിക്കാനുള്ളത് പോപ്പ് ഫ്രാൻസിസ് ആയിട്ടുള്ള കണ്ടുമുട്ടൽ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ പോപ്പ് ഫ്രാൻസിസിനെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചെറുതിലേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ട്രാവലിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ്. സാധാരണ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ അങ്ങനെ പോസിബിൾ ആവത്തില്ല ട്രാവലിംഗ് പറഞ്ഞാൽ, എന്നെ പോലെ ഒരു ആളെ കൊണ്ട്. പക്ഷേ ഒരു റിസ്ക് എടുത്തെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞങ്ങൾക്ക് ജീസസ് യൂത്ത് ഒരു കൂട്ടായ്മയിൽ ഒരു നാട്ടിൽ നിന്നൊരു അങ്കിൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചു, ഇവിടെ ആരോ വേൾഡ് യൂത്തിലേക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളാൻ മെസ്സേജ് വന്നു അങ്കിളുടെ. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ വേൾഡ് യൂത്ത് ഡേ എന്താണെന്നോ അതൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, എന്താണേലും എൻ്റെ പേരൻസ് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ 2016 പോളണ്ടിൽ വെച്ചിട്ട് വേൾഡ് യൂത്ത് ഡേ നടന്നു. വേൾഡ് യൂത്ത് ഡേ പറഞ്ഞാൽ ലോകം മൊത്തമുള്ള യുവജനങ്ങൾ വന്നിട്ട് ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അതിന് ജീസസ് യൂത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ പോയത്, ജീസസ് യൂത്ത് കുവൈറ്റ് ടീമിലൂടെ. പിന്നെ പോളണ്ടിൽ പോയി. പോളണ്ട് അവിടെ ഒരു 7 ദിവസത്തെ പരിപാടി വേൾഡ് യൂത്ത് ഡേ. അത് കഴിഞ്ഞ് ജീസസ് യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന പിൽഗ്രിമേജ്, ഇറ്റലിയും ഫ്രാൻസുമായിട്ടുള്ള പിൽഗ്രിമേജ്. ഇറ്റലിയിൽ പോയപ്പം റോമിൽ പോകാൻ പറ്റി. റോമിൽ അന്ന് വെനസ്ഡേ അസംബ്ലി ഉണ്ടല്ലോ പോപ്പ് ഫ്രാൻസിസിൻ്റെ, അത് നടക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്, ഔട്ട്ഡോഴ്സിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു അയ്യോ കാണാൻ പറ്റില്ലായിരിക്കും, പോപ്പ് മോളിൽ നിന്നിട്ടല്ലേ വർത്താനം പറയാം, നമ്മുടെ ഇങ്ങോട്ടൊന്നും വരില്ലായിരിക്കും, അങ്ങനെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് എന്തോ ഭാഗ്യത്തിന് വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞ പിറ്റേ വെനസ്ഡേ ആയതുകൊണ്ട് ആൾ കുറവായിരുന്നു. അപ്പോൾ ഈ പരിപാടി മൊത്തം ഒരു ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ വളരെ അടുത്തായിരുന്നു, വളരെ കുറച്ച് ഓഡിയൻസേ ഉള്ളൂ. പോപ്പ് ഫ്രാൻസിസും വളരെ നമ്മുടെ അടുത്ത് നിന്നാണ് വർത്തമാനം പറയുന്നത്. എന്നിട്ട് റൈറ്റ് സൈഡിൽ വീൽ ചെയർ പീപ്പിളും ലെഫ്റ്റ് സൈഡിൽ കുറച്ച് VIP ആൾക്കാരും. പോപ്പ് ഫ്രാൻസിസിൻ്റെ പ്രസംഗവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളോട് മിണ്ടുകയും ഞങ്ങൾക്ക് ഓരോരോ കൊന്ത തരികയും ബ്ലെസ്സിങ് തരികയും ഒക്കെ ചെയ്തു. അതിലും വലിയൊരു അനുഗ്രഹം ഉണ്ടായത് ഈ വേൾഡ് യൂത്ത് ഡേക്ക് പോകാൻ ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ അപ്പ പറഞ്ഞു നമുക്ക് നമ്മുടെ 2 അമ്മച്ചിമാരെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് എന്ത് ധൈര്യമാണ് അവർക്കുണ്ടായതെന്ന് എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. ഒരു വീൽ ചെയർ ആളും 2 അമ്മമാരും
2 ചെറിയ പിള്ളേരും ഒക്കെ ആയിട്ട്. പക്ഷേ ഇവരെ കൊണ്ട് അമ്മച്ചിക്ക്, എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഒരു വീൽ ചെയർ സെറ്റാക്കി, ഒരു വീൽ ചെയർ ഒരാൾ, അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ കയറിയ കൂട്ടത്തിൽ എൻ്റെ അമ്മ കയറി, അമ്മച്ചി കയറിയ കൂട്ടത്തിൽ എൻ്റെ മറ്റേ അമ്മച്ചി, വലിയമ്മച്ചി കയറി. എന്നിട്ട് എൻ്റെ അനിയത്തി നന്നായി വരയ്ക്കും. അപ്പോൾ അവൾ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഗാർഡ് കണ്ടു, അപ്പോൾ അവളെയും കയറ്റി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പോപ്പ് ഫ്രാൻസിസിനെ നേരിട്ട് കാണാനും തൊടാനും ഒക്കെ സംഭവിച്ചു. അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ, ഒരിക്കലും മറക്കൂല. സാധാരണക്കാർക്ക് കഴിയാത്ത കുറേ കാര്യങ്ങളാണ് കർത്താവ് ഇപ്പം ബെനീറ്റനെ കൊണ്ട് ചെയ്യിക്കുന്നതും കാണിച്ചു കൊടുത്തരുന്നതൊക്കെ അല്ലേ. ഒരുപാട് സന്തോഷമല്ലേ. ബെനീറ്റ ഈശോനെ തിരിച്ചറിഞ്ഞ് ഓരോ മൊമെൻറ്റിലും തിരിച്ചറിയായിരുന്നു. ജനിച്ചപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞു, പക്ഷെ കർത്താവ് വേറെ രീതിയിൽ ഉയർത്തുന്നു. ഒരു സ്കൂളിൽ നിന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുന്നു, അപ്പോൾ അതിലും വലുത് തരുന്നു അല്ലേ. വലുത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഇപ്പം ബെനീറ്റയുടെ അടുത്ത് പലരും സംസാരിക്കാൻ വന്നിട്ടുണ്ട്, ഒരുപാട് കൂട്ടുകാർ ഷെയർ ചെയ്യുന്നു, ബുദ്ധിമുട്ടുള്ള പലരും വരുന്നുണ്ട്. ബെനീറ്റയുടെ ഉള്ളിൽ ബെനീറ്റ അറിയാതെ തന്നെ ഈശോനെ കൊടുത്തു എന്ന് തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ കൂട്ടുകാർക്ക്? ഏതെങ്കിലും പിന്നീട് തിരിച്ചറിയാണ് ആ കുട്ടിക്ക് അതെങ്ങനെ ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഈശോയെ എങ്ങനെ ഞാൻ കൊടുത്തേന്ന് അങ്ങനെ ഒരു ചോദ്യം. ശരിക്കും എനിക്ക് തോന്നുന്നുണ്ടായില്ല ഞാൻ ഈശോനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുന്നു, നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നുമെന്ന്. കാരണം ജീസസ് യൂത്തിലാണെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ മുഖം കാണുമ്പോൾ എന്നോട് വന്ന് പറയാൻ തോന്നും. ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ ആൾക്കാർ വന്ന് പറയാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്നോട് പറയാറുണ്ട്, നിൻ്റെ ചിരി കാരണം ഭയങ്കര സന്തോഷം വരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒത്തിരി പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല അതെന്താണെന്ന്. പലപ്പോഴും നമ്മൾ സാധാരണ ഓരോരുത്തരുണ്ടല്ലോ, നമ്മൾ മുഴുവൻ എനർജിയിൽ ഓടി നടന്നാൽ തന്നെ പലപ്പോഴും ഈശോനെ അത് കൊടുക്കാൻ നമുക്ക് കഴിയാറില്ല. ഇവിടെ ഇരുന്ന് ഒരു ചിരി കൂടെ തന്നെ ഈശോനെ കൊടുക്കുന്നു, അവർക്ക് അവരുടെ വിഷമങ്ങൾ തിരിച്ച് പറയാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു ഗിഫ്റ്റാണല്ലേ. ബെനീറ്റ ജീവിതത്തിൽ ഉടനീളം ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സ്വന്തം പ്രാർത്ഥനയുടെ ജീവിതം എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ? എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പേഴ്സണൽ പ്രെയർ, ബൈബിൾ വായന, കൊന്ത ചെല്ലൽ. അതിന് പുറമെ കുറേ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ നിയോഗങ്ങൾ, വേറെ എനിക്കറിയാത്ത ആൾക്കാരുടെ വരെ നിയോഗങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അല്ലേ. ഇവിടെ ഇരുന്നുകൊണ്ട് ഈശോനെ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ് സന്തോഷത്തോടെ. നമ്മുടെ പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഒക്കെ ജീവിതത്തിലുണ്ടല്ലോ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ പരിഭവങ്ങളായി, പരാതികളായി, ഡിപ്രഷനായി. ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു വേർഡാണ് ഡിപ്രഷനായി എന്നൊക്കെ പറയുന്നത്. അവരെ നോക്കി കാണുമ്പോൾ ബെനീറ്റയുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് എന്ത് ആൻസറായിരിക്കും ഇങ്ങനെയുള്ള യുവജനങ്ങളോട് പറയാം? എന്നെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാണ്, എന്നിട്ടും ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എന്ത് പൊട്ട കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഈശോ അത് നല്ലതിനായി മാറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ ഡിപ്രഷനും ഈ പ്രശ്നങ്ങളുടെ ഒന്നും അതിനുള്ള സ്ഥാനം അവിടെ ഇല്ല. കാരണം ദൈവം നമ്മളെ എന്താണെങ്കിലും നോക്കും, നമ്മളെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകും, എല്ലാം നല്ലതിനാക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷൻ്റെ ഒന്നും സ്ഥാനമേ അവിടെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഈശോ ഒരുപാട് ബെനീറ്റനെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ബെനീറ്റ അതിലെ സന്തോഷവതിയാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ബെനീറ്റയിലേക്ക് വരുന്നു, പ്രാർത്ഥനകൾ ചോദിക്കുന്നു, പലതും ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതുവഴി ഇനിയും ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ആത്മാക്കളെ നേടാനായിട്ട് ബെനീറ്റയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഇനി സംസാരിക്കാൻ പോകുന്നത് മേബിൾ ചേച്ചിയാണ്. ജീസസ് യൂത്തിൽ ഒരുപാട് സജീവ സാന്നിധ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പം മേബിൾ ചേച്ചി എന്ന് പറഞ്ഞാൽ, മേബിൾ ചേച്ചിനെ പരിചയപ്പെടുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ പുഞ്ചിരിക്കുന്ന ജീസസ് യൂത്തിലെ ഒരു മാലാകക്കുട്ടിയുടെ അമ്മ കൂടിയാണ്. അപ്പോൾ മേബിൾ ചേച്ചിയോട് ചോദിക്കാനിരിക്കുന്നത് വേറെ ഒന്നുമല്ല, മേബിൾ ചേച്ചിയുടെ ജീവിതത്തിൽ സാധാരണ ഒരു ക്രിസ്ത്യാനി എന്ന ജീവിതത്തിൽ ഉപരി ജീസസ് യൂത്തിൻ്റെ കൂടെ സജീവമായ ഒരു സാന്നിധ്യമായി മാറാനായിട്ട് എങ്ങനെയാണ് ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നത്?
എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. 8 മക്കളിലെ 7ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മൂത്തവരൊക്കെ ഒത്തിരി കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അധികം കഷ്ടപ്പാടുകളിലൂടെ ഒന്നും പോയിട്ടില്ല. അങ്ങനെ ഞാൻ നേഴ്സാണ്. നഴ്സിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോഴാണ് വിവാഹമൊക്കെ നടന്നത്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഡെലിവറി ആയി കിടന്ന സമയത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ് GCUത്തിൻ്റെ ഒരു കോൺഫറൻസിന്, നാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. നാഷണൽ കോൺഫറൻസിൽ പോവുകയും അതിലൂടെ ആൾക്ക് നല്ല ഇൻസ്പിറേഷൻ ഉണ്ടാകുകയും അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ GCUത്തിലേക്കൊരു കാൽവെപ്പായത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു വഴിത്തിരിവായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് GCUത്ത് ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ എല്ലാമായി മാറിയെന്ന് പറയാം. ഇന്നും GCUത്തിനകത്ത് തന്നെ സജീവമായിട്ട് നിൽക്കാനായിട്ടാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഓക്കെ, ഇനി മേബൽ ചേച്ചിയോട് ചോദിക്കാൻ, ജീവിതത്തിൽ ഒരു നേഴ്സ് എന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ കുറച്ച് കാലത്തിന് ശേഷം തനിക്ക് പ്രിയപ്പെട്ട കുറെ സാധനങ്ങൾ മാറ്റി വെക്കാന്ന് പറയില്ലേ, അതുപോലെ നേഴ്സിങ്ങിന് വേണ്ടെന്ന് വെക്കുന്നു, മറ്റെന്തോ ഈശോ കൈനീട്ടി തന്നപ്പോ ആ ഒരു സാഹചര്യം ഒന്ന് വെളിപ്പെടുത്താമോ? അതൊരു വലിയ സാക്ഷ്യമാണ് സിസ്റ്ററെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നഴ്സിംഗ് ജോലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ചെയ്തൊരു കാര്യമായിരുന്നു നഴ്സിംഗ് ജോലി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ കുവൈറ്റിൽ 2000 ഞാൻ കുവൈറ്റിൽ ചെല്ലുന്നു. 2011 ഞാൻ ജോലി റെസിഗ്നേഷൻ കൊടുത്തത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് മൂത്ത മോള് ഞങ്ങളുടെ വീൽ ചെയറിലാണ്, ബെനീറ്റ ഞങ്ങളുടെ മൂത്ത മോൾ. അവളുണ്ടായപ്പം അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവളെ ഇനിയും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇമ്പോസിബിളായിട്ട് വന്നപ്പോൾ അവൾക്ക് അവളുടെ അമ്മയുടെ സാന്നിധ്യം തന്നെ വേണമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ജോലി വേണ്ട എന്നൊരു തീരുമാനം. കാരണം ഞാൻ ഗവൺമെൻറ് ജോലിക്കാരിയായിരുന്നു, ഹസ്ബൻഡ് പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ആലോചിച്ചു എന്താ ചെയ്യുക. അപ്പോൾ ആരുടെ ജോലിയാണ് കളയുക, എൻ്റെ നല്ല സ്റ്റേബിളായിട്ടുള്ള ജോലി ആയതുകൊണ്ട് ആളുടെ ജോലി അത് പക്ഷേ ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇത് പറ്റി ആലോചിച്ചു. ഞങ്ങൾ പലരോടും ചോദിച്ചു. അപ്പം ഞങ്ങൾ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. ഇത്രയും നല്ല ജോലി, വീട്ടിലെല്ലാവരെയും സഹായിക്കാം, ഫിനാൻഷ്യലി സഹായിക്കാം. എൻ്റെ മൂത്തൊരു ചേച്ചിയൊക്കെ നല്ല കഷ്ടപ്പാടിലൂടെയായിരുന്നു ഇപ്പോൾ അപ്പോൾ ചേച്ചിനെയൊക്കെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ നിനക്ക്, അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എന്താ നീ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി, എല്ലാ ഭാഗത്തുനിന്നും നിരുത്സാഹപ്പെടുത്തി. അപ്പം ഞങ്ങൾ പയ്യെ അതങ്ങ് ഡ്രോപ്പ് ഔട്ടാക്കി. ഇനി എന്താ ചെയ്യാന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോഴത്തേനും ഒരു കാര്യം ചെയ്യുക, ഒരു നേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക കുഞ്ഞിനെ നോക്കാനായിട്ട്, പിന്നെ ഒരു ഡ്രൈവറിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഞങ്ങൾ 1 വർഷം ഈ ഒരു വിഷയത്തെ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. ഞാനും ബെന്നിയാണ് ജീവിത പങ്കാളി. ഞങ്ങൾ 2 പേരും കൂടെ ഈ ഒരു വിഷയം വെച്ച് 1 വർഷത്തോളം പ്രാർത്ഥിച്ചിട്ട് അവസാനം ഞങ്ങൾ തീരുമാനമെടുത്തു, പറ്റില്ല, ആ നേഴ്സ് ഞാൻ തന്നെയാണ്, ആ അമ്മയും ഞാൻ തന്നെയാണ്. ബൈ ദ ടൈം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ആ ഡ്രൈവറും ഞാൻ തന്നെ ആയിരിക്കട്ടെ എന്ന് തീരുമാനിച്ച് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാവരും 60 വയസ്സായി വയ്യാതെയൊക്കെ ആയിട്ടാണ് റെസിഗ്നേഷൻ കൊടുത്ത് പോരുന്നത് നാട്ടിലേക്ക്. 60 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഈ യങ് ഏജിൽ റെസിഗ്നേഷൻ കൊടുത്തപ്പം എൻ്റെ ഇൻചാർജ് ഒരു കുവൈറ്റി ഒരു പയ്യനായിരുന്നു. അവന് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തന്നേ മതിയാവൂ, എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അവനും പറയുകയാണ്, നിനക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്, ഞങ്ങളിങ്ങനെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞങ്ങളൊരു നേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും, ഒരു ഡ്രൈവറിനെ. അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് അതെല്ലാം, അതുകൊണ്ട് എനിക്ക് റെസിഗ്നേഷൻ തന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഫോഴ്സ്ഫുള്ളി സൈൻ ചെയ്യുകയായിരുന്നു. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ആവശ്യവും നമ്മുടെ പ്രയോറിറ്റിയും മനസ്സിലാക്കിയപ്പം ഞങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ, അതാണ് അതിനകത്തെ മിറക്കിൾ. ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് എൻ്റെ ക്യാപ്പും എൻ്റെ ID ബാൻഡും ഒക്കെ വീട്ടിൽ വന്ന് ഹസ്ബൻഡിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിറ്റേ ദിവസം ഹസ്ബൻഡിൻ്റെ കയ്യിൽ കമ്പനിയിൽ നിന്നൊരു പേപ്പർ കിട്ടുകയാണ്, ഒരു ജോലി കയറ്റത്തിൻ്റെ ഒരു പേപ്പർ. അത് എൻ്റെ ഡേറ്റ് എന്നാണോ അന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് പോലെയുള്ള ഒരു ഡേറ്റ്. ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുപോലെ തമ്പുരാൻ
ഞങ്ങളെ സഹായിച്ചു. അപ്പം ഞങ്ങളുടെ റെസിഡൻസ് എല്ലാം അവർ അടിച്ചു തരുന്ന പോലെയുള്ള ഒരു ജോലിക്കയറ്റം ആൾക്ക് കിട്ടി. അത് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നു, ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി നമ്മൾ ഞെരുക്കത്തിലൂടെ മുന്നോട്ട് ജീവിക്കേണ്ടി വരും. ഇത്രയും നാൾ ജീവിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരാളുടെ സാലറിയിൽ നമുക്കിതെല്ലാം നോക്കി നടത്തണമെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നു. ആ ഒരു ഞെരുക്കം ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ തമ്പുരാൻ അതിന് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് തന്ന് ഇങ്ങനെയൊരു സഹായം ചെയ്തു തന്നു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ വീണ്ടും 2011 തൊട്ട് ഞാൻ ജോലിയില്ലാതെയും 2021 ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് തീർത്തു പോരുന്നത്. ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചിരുന്നു.